എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാം സ്വദേശ് മെഗാ ക്വിസിനും അക്ഷരമുറ്റം ക്വിസിനും പ്രയോജനപ്പെടുന്ന ചരിത്രം, സാഹിത്യം, കല, കായികം എന്നിവയുടെ കുറച്ച് ചോദ്യങ്ങളാണ് നാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കൃത്യമായിട്ട് കാണുക. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, 5ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഇന്ദിരാഗാന്ധി മുന്നോട്ട് വെച്ച മുദ്രാവാക്യം ഏതായിരുന്നു? ഉത്തരം ഗരീബി ഹഠാവോ. ഗരീബി ഹഠാവോയാണ് 5ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഇന്ദിരാഗാന്ധി മുന്നോട്ട് വെച്ച മുദ്രാവാക്യം. അടുത്ത ചോദ്യം, 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഏത്? ഉത്തരം ഫെമിനിച്ചി ഫാത്തിമ. ഫെമിനിച്ചി ഫാത്തിമയാണ് 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം. അടുത്ത ചോദ്യം, വാഗൺ ട്രാജഡി കൂട്ടക്കുരുതി ഏത് കലാപവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം മലബാർ കലാപം. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ് വാഗൺ ട്രാജഡി. അടുത്ത ചോദ്യം, നേരനുഭവങ്ങൾ എന്ന പുസ്തകത്തിലൂടെ തൻ്റെ ജീവിതവും രാഷ്ട്രീയ അനുഭവങ്ങളും പങ്കുവച്ച രാഷ്ട്രീയ നേതാവ് ആര്? ഉത്തരം ശ്രീ വി ഡി സതീശൻ. ശ്രീ വി ഡി സതീശനാണ് നേരനുഭവങ്ങൾ എന്ന പുസ്തകത്തിലൂടെ തൻ്റെ ജീവിതം രാഷ്ട്രീയ അനുഭവങ്ങളും പങ്കുവച്ച രാഷ്ട്രീയ നേതാവ്. അടുത്ത ചോദ്യം, വർണ്ണവിവേചനത്തിനെതിരെ 1910 ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധി സ്ഥാപിച്ച ആശ്രമം ഏത്? ഉത്തരം ടോൾസ്റ്റോയി ഫാം. ടോൾസ്റ്റോയി ഫാമാണ് വർണ്ണവിവേചനത്തിനെതിരെ 1910 ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം. അടുത്ത ചോദ്യം, 2026 ജൂൺ 2 ആരംഭിച്ച കേരള സർക്കാരിൻ്റെ ലഹരി വിരുദ്ധ ദൗത്യത്തിൻ്റെ പേരെന്ത്? ഉത്തരം ഓപ്പറേഷൻ തൂഫാൻ. ഓപ്പറേഷൻ തൂഫാനാണ് 2026 ജൂൺ 2 ആരംഭിച്ച കേരള സർക്കാരിൻ്റെ ലഹരി വിരുദ്ധ ദൗത്യത്തിൻ്റെ പേര്. അടുത്ത ചോദ്യം, സൈമൺ കമ്മീഷൻ വിരുദ്ധ സമരത്തിന്റെ ഭാഗമായി ബ്രിട്ടന്റെ ക്രൂരമർദ്ദനങ്ങൾക്ക് വിധേയനാവുകയും പിന്നീട് മരണത്തിന് കീഴടങ്ങുകയും ചെയ്ത ദേശാഭിമാനി ആര്? ഉത്തരം ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായാണ് സൈമൺ കമ്മീഷൻ വിരുദ്ധ സമരത്തിന്റെ ഭാഗമായ ബ്രിട്ടന്റെ ക്രൂരമർദ്ദനങ്ങൾക്ക് വിധേയനാവുകയും പിന്നീട് മരണത്തിന് കീഴടങ്ങുകയും ചെയ്ത ദേശാഭിമാനി. അടുത്ത ചോദ്യം, ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി ഒന്നിച്ച് പങ്കെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം ഏത്? ഉത്തരം ലക്നൗ. ലക്നൗ ആണ് ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി ഒന്നിച്ച് പങ്കെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം. അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഓഗസ്റ്റ് വിപ്ലവം എന്ന് വിശേഷിക്കപ്പെട്ട പ്രക്ഷോഭം ഏത്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഓഗസ്റ്റ് വിപ്ലവം എന്ന് വിശേഷിക്കപ്പെട്ട പ്രക്ഷോഭം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ കമ്പ്യൂട്ടർ വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി ആര്? ഉത്തരം രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയാണ് ഇന്ത്യയിൽ കമ്പ്യൂട്ടർ വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ അവസ്ഥ എന്ന അധ്യായം ഉൾക്കൊള്ളുന്ന ഗാന്ധിജിയുടെ പുസ്തകം ഏത്? ഉത്തരം ഹിന്ദ് സ്വരാജ്. ഹിന്ദ് സ്വരാജ് ആണ് ഇന്ത്യയുടെ അവസ്ഥ എന്ന അധ്യായം ഉൾക്കൊള്ളുന്ന ഗാന്ധിജിയുടെ പുസ്തകം. അടുത്ത ചോദ്യം, ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷ് പട്ടാള മേധാവി ആരായിരുന്നു? ഉത്തരം ജനറൽ ഓ ഡയർ. ജനറൽ ഓ ഡയർ ആണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷ് പട്ടാള മേധാവി. അടുത്ത ചോദ്യം, ജവഹർലാൽ
ജവഹർലാൽ നെഹ്റു ജനിച്ച വർഷം. ഉത്തരം 1889. 1889 ജവഹർലാൽ നെഹ്റു ജനിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഉത്തരം A.O. ഹ്യൂ. A.O. ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ. അടുത്ത ചോദ്യം, ആര്യ സമാജം സ്ഥാപിച്ചത് ആര്? ആര്യ സമാജം സ്ഥാപിച്ചതാര്? ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. അടുത്ത ചോദ്യം, 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ? ഉത്തരം ഡോക്ടർ B.R. അംബേദ്കർ. ഡോക്ടർ B.R. അംബേദ്കറാണ് 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ. അടുത്ത ചോദ്യം, കീഴരിയൂർ ബോംബ് കേസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ ആദ്യമായി പ്രസിദ്ധീകരിച്ച വാരിക ഏതാണ്? ഉത്തരം നവജീവൻ. നവജീവനാണ് ഗാന്ധിജിയുടെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ ആദ്യമായി പ്രസിദ്ധീകരിച്ച വാരിക. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി വയോജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. അപ്പോൾ ഇത്രയുമാണ് സ്വദേശ് മെഗാ ക്വിസിനും അക്ഷരമുറ്റം ക്വിസിനും ഒരുപോലെ പ്രയോജനപ്പെടുന്ന കുറച്ച് ചോദ്യങ്ങൾ. ഇനിയും കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും ഈ വീഡിയോ കൃത്യമായിട്ട് കാണുക. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.